ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്നവരാണ്. ആരോഗ്യം ഉണ്ടായാലേ നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്പുകളാണ് ഞാനിന്നിവിടെ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേതായി, നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുന്നവരായിരിക്കും. അതിനെ ഒന്ന് മാറ്റിയിട്ട് ഡെയിലി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഫസ്റ്റ് നമ്മൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറത്ത് കളയുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴായാലും, നമ്മളിപ്പോൾ ചോറ് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴൊക്കെ ആയാലും ഒരു ഹാഫ് പ്ലേറ്റ് എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചോറ് വിളമ്പുകയാണെങ്കിൽ നമ്മളുടെ ഒരു രീതി അനുസരിച്ച് ചോറ് കൂടുതലും കറികളെല്ലാം അതിൻ്റെ സൈഡിൽ കുറച്ച് കുറച്ചായിട്ടായിരിക്കും വെക്കുന്നത്. അതിനെ മാറ്റിയിട്ട് ഹാഫ് പോർഷൻ ചോറെടുത്തതിന് ശേഷം ബാക്കി ഹാഫ് വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കുകയും അതുപോലെ തന്നെ അത് വെയിറ്റ് ലോസിനെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളിങ്ങനെ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുന്നത് മൂലം നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാവാതെ ശ്രദ്ധിക്കാനായിട്ടും പറ്റും. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ്. ഡെയിലി ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുകയും അതുപോലെ നമ്മുടെ മൈൻഡ് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വെക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൻ്റെ ഉപയോഗം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫോൺ, ലാപ്ടോപ്പ് ഇത്യാദി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മാറ്റിയിട്ട് സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ബുക്കുകൾ വായിക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രെയറിൽ പങ്കെടുക്കുകയോ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ നല്ല ഉറക്കത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നല്ല ചിന്തകൾ ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുകയും ചെയ്യും. നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പാക്കറ്റ് ഫുഡിനോടൊരു അട്രാക്ഷൻ കാണിക്കുന്നവരാണ്. നമ്മൾ കടയിൽ പോകുമ്പം പാക്കറ്റ് ഫുഡ് കാണുമ്പോൾ വാങ്ങിക്കണമെന്ന് തോന്നും. അതുപോലെ ഷുഗർ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ശീതളപാനീയങ്ങളൊക്കെ കാണുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഒരു ടെൻഡൻസി നമുക്കുണ്ടാവാറുണ്ട്. അതിനെ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് അത് ദോഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഹാരത്തിന് ശേഷം, അതായത് രാത്രിയിലൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നടന്നിട്ടൊക്കെയാണ് പോയി കിടക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും അത് ഡൈജഷന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഇത് നോർമലായിട്ടുള്ള ഒരാളാണ് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, മീൻസ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഹാർട്ട് ഫെയിലുവർ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ശ്വാസമുട്ടലൊക്കെ വരുന്നവരാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് നടക്കരുത്. നിങ്ങൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. ഇത് അല്ലാതെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ പറഞ്ഞത്. ആഹാരം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കുക എന്നുള്ളത് അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞാൻ ജയന്തി പ്രകാശ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.